സൂക്ഷ്മമായ ഗ്രൂവുകൾ കൊത്തിയെടുത്ത രണ്ട് വൃത്താകൃതിയിലുള്ള കല്ല് ഡിസ്കുകൾ അടുക്കി വയ്ക്കുകയും മുകളിലെ ഡിസ്കിലെ ഒരു ദ്വാരത്തിൽ ഒരു മരപ്പിടി തിരുകുകയും മനുഷ്യന്റെയോ മൃഗങ്ങളുടെയോ ശക്തി ഉപയോഗിച്ച് അത് തള്ളുകയും ചെയ്താൽ കല്ല് ഡിസ്കുകൾ പതുക്കെ കറങ്ങും. അവയിൽ നൽകുന്ന ധാന്യങ്ങൾ പൊടിച്ച് നേർത്ത പൊടിയായി മാറും. എന്നിരുന്നാലും മനുഷ്യ അധ്വാനത്തെ മാത്രം ആശ്രയിക്കുന്നത് ക്ഷീണിപ്പിക്കുന്നതും കാര്യക്ഷമമല്ലാത്തതുമാണ്. അപ്പോൾ സമീപത്ത് ഒഴുകുന്ന അരുവി നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സമർത്ഥമായ ആശയം ലഭിക്കും. നിങ്ങൾ ഒരു വലിയ ജലചക്രം നിർമ്മിച്ച് അത് അരുവിയിൽ സ്ഥാപിക്കുന്നു. ഒഴുകുന്ന വെള്ളം അതിന്റെ ബ്ലേഡുകൾ തിരിക്കാൻ അനുവദിക്കുന്നു. എന്നാൽ ജലചക്രത്തിന്റെ ശക്തി നിങ്ങൾ എങ്ങനെ മിൽസ്റ്റോണിലേക്ക് മാറ്റും? നിങ്ങളുടെ അടുത്ത സമർത്ഥമായ നീക്കം ജലചക്രത്തിന്റെ പ്രധാന ഷാഫ്റ്റിൽ മരപ്പല്ലുകളുള്ള ഒരു ലംബ ഗിയറും അതുമായി ഇണചേരുന്ന മിൽസ്റ്റോണിൽ തിരശ്ചീന ഗിയറും സ്ഥാപിക്കുക എന്നതാണ്. ഒഴുകുന്ന വെള്ളം ജലചക്രം ഓടിക്കുന്നതുപോലെ ലംബ ഗിയർ കൃത്യമായി തിരശ്ചീന ഗിയറിൽ ഇടപഴകുന്നു. മുകളിലെ മിൽസ്റ്റോണിനെ തുടർച്ചയായ ഒരു ചക്രത്തിൽ തിരിക്കുന്നു. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് മാവ് മില്ലിംഗ് നേടുന്നു. എന്നാൽ നിങ്ങളുടെ സർഗാത്മകത അവിടെ അവസാനിക്കുന്നില്ല. ജലചക്രത്തിന് ഒരു മിൽസ്റ്റോണിന് ശക്തി പകരാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് കൂടുതൽ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ നിങ്ങൾ ഒറിജിനലിന്റെ ഇരുവശത്തും 2 മിൽസ്റ്റോണുകൾ കൂടി ചേർക്കുന്നു. മധ്യഭാഗം ഉപയോഗിച്ച് മറ്റുള്ളവയെ ഒരു ഗിയർ സിസ്റ്റത്തിലൂടെ ഓടിക്കുന്നു. ഇത് 3 മിൽസ്റ്റോണുകളെ ഒരേ സമയം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. ഇത് കാര്യക്ഷമത ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ഇപ്പോഴും തൃപ്തനല്ല, നിങ്ങൾ വാട്ടർ വീലിന്റെ പ്രധാന ഷാഫ്റ്റ് നീട്ടി 2 സെറ്റ് മിൽസ്റ്റോണുകൾ കൂടി ചേർക്കുന്നു. ഇത് 9 ഒരേ സമയം കറങ്ങാൻ പ്രാപ്തമാക്കുന്നു. ഇത് ഉൽപാദനക്ഷമതയെ നാടകീയമായി വർദ്ധിപ്പിക്കുന്നു. അഭിനന്ദനങ്ങൾ! നിങ്ങൾ 9 ഗിയറുകളുള്ള വാട്ടർ മിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു.